ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? MSM കിഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പമായിരുന്നു. കഴിഞ്ഞ ദിവസം മിസുവിന് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഈ ദിവസം മെഹിജയ്ക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആണ്. മെഹിജയ്ക്ക് നല്ല ഇഷ്ടമാണ് ഇടിയപ്പം കഴിക്കുന്നത്. ഇടിയപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറിയായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള നല്ല രുചിയുള്ള ഇടിയപ്പമായിരുന്നു. അങ്ങനെ മുട്ടക്കറിയും കൂടെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം പൂർണ്ണമാവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്ന ടൈം കൊണ്ട് തന്നെ മക്കൾ 3 പേരും കുളിച്ചിട്ട് വന്നു. അവരുടെ മുടിയൊക്കെ ചീപ്പി കെട്ടി കൊടുക്കുകയാണ്. അതിനുശേഷം കുട്ടികളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുത്തിയിട്ട് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള മുളക് കറി വെക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിനുശേഷം തക്കാളി അരച്ചെടുത്തു. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് വടക്കംപുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാൻ പാചകം പഠിച്ചു തുടങ്ങിയ സമയത്തുള്ള എൻ്റെ മുളക് കറി കാണാൻ മീനിട്ട രസം പോലെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. മീനിട്ട രസം പോലെ മുളക് കറി വെക്കുന്നവർക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ വഴന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക്. അപ്പോഴത്തേക്ക് പൊടിയൊക്കെ എടുത്ത് വെക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്രയുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പൊടികളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. പൊടികളെല്ലാം വറുത്ത് ഒരു മണം വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെള്ളം, വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചിട്ട് ഇതുപോലെ എണ്ണ തെളിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നിൽ വെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് ഈ തക്കാളി ആഡ് ചെയ്ത് ഒന്നും കൂടി വഴറ്റി അതിനുശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണ തെളിച്ച് എടുത്തതിന് ശേഷം തക്കാളി ഒഴിച്ചു കൊടുത്താലും മതിയാകും. ആ എണ്ണ തെളിഞ്ഞ് വരുന്നത് ഒരു നല്ല കാര്യമാണ്. അതുവരെ വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മീനിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് മീനിൻ്റെ മീനിലുള്ള വെള്ളവും കൂടി പെട്ടെന്ന് തന്നെ ഇറങ്ങും. അതിനുശേഷം കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അതിനുശേഷം മാത്രം തീ കുറച്ച് കൊടുത്താൽ മതി. തീ കുറച്ച് പാത്രം അടച്ച് വെക്കുക. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇതെൻ്റെ ഒഴിച്ചുകറിയാണ്. ക്യാമറയിൽ മഞ്ഞ കളർ കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇനി കാണുന്നത് നമ്മുടെ പൊന്മുടിയിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളാണ്. ഒരുപാട് ദൂരം പോകാനുള്ളത് കൊണ്ട് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. റോഡിലൊന്നും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇത്ര വെളുപ്പിനെ ആയതുകൊണ്ട് വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ പെട്രോൾ അടിക്കുകയാണ്. നമ്മൾ മാത്രം ഫുഡ് കഴിച്ചാൽ പോരല്ലോ, വണ്ടിക്കും ഫുഡ് കൊടുക്കണ്ടേ, എന്നാലല്ലേ വണ്ടി നമ്മളെ കൊണ്ടുപോകൂ. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ആകാശം അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നോക്കിയേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ നമ്മൾ യാത്ര തുടരുകയാണ്. തിരുവനന്തപുരത്താണ് മൂത്തുമാടെ മോള് താമസിക്കുന്നത്. അവിടെ ചെന്ന് അവിടുത്തെ അരിമണികളെയും കൂടി പെരക്കി കൂട്ടി പോകാനുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ വീടെത്താറൊക്കെ ആയപ്പോഴത്തേക്ക് നേരം വെളുത്ത് തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി ഇപ്പൊ എത്തുവേ. അങ്ങനെ നമ്മൾ എത്തി കൂട്ടുകാരെ. അവരുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയാണിത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നേരത്തെ കൂട്ടി തീരുമാനിച്ചൊരു യാത്ര അല്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ അവരെയൊന്നും നേരത്തെ അറിയിക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ചെല്ലുന്ന ടൈമിൽ കുഞ്ഞുങ്ങളൊക്കെ ഉറക്കമായിരുന്നു. അവരെയൊക്കെ ഞങ്ങൾ എഴുന്നേൽപ്പിച്ച് പെട്ടെന്ന് തന്നെ എല്ലാവരും റെഡിയായി. ഇറങ്ങിയപ്പോൾ ഒരു സമയമായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. നമ്മൾ ഒരു യാത്ര കഴിഞ്ഞു, ഒരു സ്ഥലത്തെത്തി. അവിടുന്ന് കുറച്ച് സമയം വിശ്രമിച്ചു. അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി. ഇനിയിപ്പോൾ നേരെ പൊന്മുടി. പോകുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു നീർച്ചോലകളുണ്ട്.
എനിക്ക് അങ്ങനത്തെയൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് വെള്ളമുള്ളിടത്തൊക്കെ ഇറങ്ങുന്നതായാലും അവിടെ കാണുന്നതായാലും സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുള്ള കാര്യമാണ്. എന്നാൽ വെള്ളത്തിൽ കളിക്കണമെന്ന് ആഗ്രഹവും ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ചോലകളൊക്കെ കണ്ടെങ്കിലും അവിടെയും നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അതായത് ഇതുപോലത്തുള്ള കുഞ്ഞു കുഞ്ഞു ചോലകളൊക്കെ നമ്മൾ കയറി പോകുന്ന വഴിക്കുണ്ട്. എന്നാലും കുരങ്ങൊക്കെ വരുമെന്ന് പേടിച്ചിട്ട് അവിടെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ വളഞ്ഞും പുളഞ്ഞും കയറി പോകുന്നത് വഴി ഛർദിലിന്റെ ഒരു ബുദ്ധിമുട്ടും കൂടി പേടിച്ചിരുന്നു. ഭാഗ്യത്തിന് ഞാൻ ഛർദിച്ചില്ല, പക്ഷെ മിന്ന ഛർദിച്ചു. മിന്ന തിരിച്ചു വന്നപ്പോൾ മിസ്സും ഛർദിച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ കുരങ്ങൊക്കെ വരുമെന്ന് പേടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റിയില്ല. കണ്ടാസ്വദിച്ചു, പക്ഷെ ഇറങ്ങാനോ അതിലൊന്ന് കളിക്കാനോ ഒന്നും പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല. പക്ഷെ അതിലെനിക്കൊരു വിഷമമുണ്ട്. എന്നാലും അങ്ങനെ നമ്മള് കയറി എന്തായാലും അങ്ങ് മുകളിലെത്തി. ഇനിയും മുകളിലേക്ക് നടന്ന് കയറുകയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. പക്ഷെ നമ്മൾ ചെന്നപ്പം AC ഇടുമ്പം ഉള്ള തണുപ്പ് ആ ഒരു ഫീലേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച സമയം ആയതുകൊണ്ടാണ്. കോടമഞ്ഞോ അങ്ങനൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും തണുപ്പുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ട്. മക്കളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. മക്കൾ മാത്രമല്ല വലിയവരും എല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. നല്ലൊരു ഫീലായിരുന്നു അവിടെ. നല്ല രസമായിരുന്നു. ഇത്ര യാത്രയൊക്കെ ചെയ്ത് അവിടെ എത്തിപ്പെട്ട് അവിടുത്തെ ആ തണുപ്പൊക്കെ കൊണ്ട് ആസ്വദിച്ച് ഇങ്ങനെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങിയ ടൈമിൽ കുരങ്ങിനെയൊക്കെ കണ്ടു. അങ്ങോട്ട് പോയപ്പോൾ അധികം അങ്ങനെ കണ്ടില്ലെങ്കിലും തിരിച്ചിറങ്ങി വന്ന സമയത്ത് മലയണ്ണാനെ കണ്ടു, കുരങ്ങിനെ കണ്ടു, വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടു. നീർച്ചോലയുടെ ആ വലിയ സൗണ്ടൊക്കെ കേട്ട് ആസ്വദിച്ചിങ്ങനെ മല ഇറങ്ങി വരികയാണ്. അങ്ങനെ മല ഇറങ്ങി ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോൾ വലിയൊരു വെള്ളച്ചാട്ടം അത് കാണാം നമുക്ക്. അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. കണ്ടു നിൽക്കാൻ ഇഷ്ടമാണ്, കാണാൻ ഇങ്ങനെ ഭംഗിയുമാണ്. പക്ഷെ അടുത്തേക്ക് പോവാനോ അതിലിറങ്ങാനോ ഒന്നും ആരും പോകുന്നതിനോടും താല്പര്യമില്ല. സ്വന്തമായിട്ട് എനിക്ക് പോകാനും ഇഷ്ടമല്ല. ദൂരെ നിന്നിങ്ങനെ കണ്ട് ആസ്വദിക്കാനൊക്കെ താല്പര്യമാണ്. പേടിയായിട്ടാട്ടോ. പൊന്മുടിയിൽ നിന്ന് നേരെ നമ്മൾ മീൻമുട്ടൽ എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലായിരുന്നു പോയത്. ഇതിന്റെ അടുത്ത് തന്നെയാണ് അനിയത്തിയുടെ വീട്. അപ്പൊ അവിടെ പോയി ഇങ്ങനെ, പക്ഷെ ഇവിടെ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് വരെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു ആരും ഇറങ്ങണ്ട, നമുക്ക് ഇവിടെ നിന്ന് കണ്ടിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു. കാര്യം നല്ല വെള്ളമുണ്ട്, ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വെള്ളം വീഴുന്നതിന് തൊട്ട് മുകളിലായിട്ട് കുറച്ച് സ്ഥലത്ത് ആളുകൾ കുഞ്ഞുങ്ങളുമായിട്ട് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിവിടെ കാണാൻ മാത്രമാണ് വന്നത്. വെള്ളത്തിൽ കളിക്കുകയൊന്നും ചെയ്യത്തില്ല എന്ന് നേരത്തെ കറിന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളെ ഇറക്കിയത് തന്നെ. ഇനി അവിടെ ഇറങ്ങിയിട്ട് അവർക്കൊന്നും കളിക്കാൻ പറ്റിയില്ല എന്നൊരു വിഷമം പറയരുതല്ലോ. അതിനു വേണ്ടിയിട്ട് നേരത്തെ കൂട്ടിയവരടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മളിവിടെ കാണത്തതേ ഉള്ളു, ഇവിടെ നമ്മൾ കളിക്കത്തൊന്നുമില്ല, ദൂരെ വെള്ളമുള്ള സ്ഥലമായത്, നമുക്ക് ഇച്ചിരി വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ കളിച്ചാൽ മതിയെന്ന്. അങ്ങനെയാണ് നമ്മൾ മീൻപിടിപ്പാറയിൽ പോയത്. അവിടെ പക്ഷെ നല്ല ഭംഗിയായിരുന്നു. അവിടെ അധികം ഒഴുക്കോ എന്നാ അധികം വെള്ളമോ, ഞങ്ങൾ പോയ സമയം അങ്ങനെ ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അതുകൊണ്ട് അവിടെ കളിച്ചപ്പോൾ നല്ല രസമായിരുന്നു. ഒത്തിരി സമയം നമ്മൾ ആ വെള്ളത്തിലുണ്ടായിരുന്നു. അവിടെ കുറേ വീഡിയോസ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. എന്നോട് ഡ്രസ്സിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നോണ്ട് ആ കുറേ വീഡിയോസ് ഒന്നും നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രസമായിരുന്നു അന്നത്തെ ആ ഒരു യാത്രയും. എൻ്റെ ആഗ്രഹം പോലെ കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ കളിപ്പിക്കാൻ പറ്റിയത് അന്നായിരുന്നു. അന്നത്തെ ആ യാത്ര എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. യാത്ര മാത്രമല്ല, അന്ന് അവിടെ സ്പെൻഡ് ചെയ്തത് ഒത്തിരി നല്ല രസം ഉണ്ടായിരുന്നു. നമുക്കായിട്ട് ഒരു സ്ഥലം എന്ന രീതിയിൽ, അതായത് നമ്മൾ നിൽക്കുന്ന ആ സ്ഥലത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തോട്ടായിരുന്നു ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല രസമായിരുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.